കേരളത്തിൽ നടുക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് ഒരു പെൺകുട്ടിയെ ചെറുപ്പം മുതലേ ഇത്രയധികം ആളുകൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീഡനം എന്നത് ചോദിക്കുമ്പോൾ പല ആളുകളും പറയും ഇതെന്ത് അറിഞ്ഞിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതല്ല, അബ്യൂസ് ചെയ്യപ്പെടുകയാണ്, ഗതികേട് കൊണ്ട് പലതിനും നിൽക്കേണ്ടി വരികയാണ്. ആ പെൺകുട്ടി എഴുതിയും വെച്ചിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയല്ലേ? തീർച്ചയായിട്ടും 64 പേർ ഉണ്ട് എന്നാണ് പറയുന്നത്. 40 പേരുടെ പേരുകൾ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടിക്ക് 18 വയസ്സാണ്. 13 വയസ്സ് മുതൽ ആ പെൺകുട്ടി പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വാർത്ത ഇത് നടക്കുന്നത് UP-യിലല്ല, ഇങ്ങ് കേരളത്തിലാണ്. കേരളത്തിലെ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. UP-യിലായിരുന്നുവെങ്കിൽ ഇന്നലത്തെ പ്രമുഖ മാധ്യമങ്ങളുടെയൊക്കെ ചർച്ച യോഗി ആദിത്യനാഥ് അവിടെ എന്തിനാണ് ഇരിക്കുന്നത്, BJP സർക്കാർ ഭരിക്കുന്നിടത്ത് പെൺകുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്, പെൺകുട്ടികൾ ഈ 5 വർഷത്തോളം ഈ പെൺകുട്ടിയെ ഈ 64 പേർ ചേർന്ന് പീഡിപ്പിച്ചിട്ട് BJP കണ്ണുമിഴിച്ചിരുന്നു, അല്ലെങ്കിലും BJP സർക്കാർ ഭരിക്കുന്നിടത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. വനിതാ മതിൽ കെട്ടിയ, സമത്വം വേണമെന്ന് പറഞ്ഞ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഘോരമായി വാദിക്കുന്ന CPM ഭരിക്കുന്ന നാട്ടിലാണ്, പത്തനംതിട്ടയിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. നടുക്കുന്ന കൊടും ക്രൂരത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സാംസ്കാരിക നായകരൊക്കെ ചത്തുപോയോ? ഇല്ല, ജീവനോടെയുണ്ട്. അത് BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പീഡനമുണ്ടായാൽ മാത്രമേ സാംസ്കാരിക നായകർ പ്രതികരിക്കൂ. അല്ലാത്ത സാംസ്കാരിക നായകരും ഫെമിനിസ്റ്റുകളും സദാചാരവാദികളുമൊക്കെ വാ അടച്ചു വച്ചിരിക്കണം. അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ കഥാകാരനുണ്ട്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എഴുത്തുകാരെല്ലാം സർക്കാരിനെ പിന്തുണയ്ക്കണം, അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ഏതായാലും എഴുത്തുകാരൊക്കെ സർക്കാരിനെ പിന്തുണയ്ക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സർക്കാർ എന്ന് പറയുന്നത് കേരളം മാത്രമല്ലല്ലോ, ഇന്ത്യയിലും സർക്കാരുണ്ടല്ലോ, അവരെ കൂടി അനുകൂലിക്കായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചു. ഇത്രയ്ക്ക് അത്തപ്പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ അദ്ദേഹത്തെ പോലെ ഒരു മഹാനായ എഴുത്തുകാരൻ. ഞാൻ അദ്ദേഹത്തെ അത്രയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയ അടിമകളായി പോകുന്ന സുകുമാർ അഴീക്കോടിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു അഭാവം ഇപ്പോഴല്ലേ നമുക്ക്? തീർച്ചയായിട്ടും ഇവിടെ കായിക താരമായ പെൺകുട്ടിയാണ് 60-ലധികം പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് എന്ന കേസിൽ ശക്തമായ നടപടി ഉണ്ടാകും. 62 പേർക്കെതിരായ മൊഴി ലഭിച്ചിട്ടുണ്ട് എന്നും ഇതിൽ 40 പേരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് പത്തനംതിട്ട WC ചെയർമാൻ പറയുന്നത്. മൊഴിയിലെ വിവരങ്ങളെല്ലാം പോലീസ് വേഗം തന്നെ കൈമാറിയിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽ ചൂഷണത്തിനിരയായി എന്നും കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ അച്ഛൻ്റെ ഫോണാണ് ഉപയോഗിച്ചത്. അതിൽ നിന്ന് 40 പേരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തും പ്രതികളുണ്ട്. 13 വയസ്സ് മുതൽ കുട്ടി ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. അസാധാരണ സംഭവം എന്ന നിലയിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ട് കൂടുതൽ വിശദമായ കൗൺസിലിംഗ് നടത്തുകയായിരുന്നു. ആളുകളെക്കുറിച്ച് കുട്ടിക്ക് അറിയാമെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയില്ല. അച്ഛൻ്റെ ഫോണിൽ പലരുടെയും ഫോൺ നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. IT-യിൽ പഠിക്കുന്നവരുടെ പേരുകൾ അത്തരത്തിൽ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവിക്ക് വിവരങ്ങൾ കൈമാറിയത്. പല സ്റ്റേഷനുകളിലായിട്ടാണ് അന്വേഷണമെന്നും പ്രതികളെ പിടികൂടുമെന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ഈ വാർത്ത നമ്മൾ ഇന്നലെ ഈ വാർത്ത കണ്ടു. ഇന്നലെ എല്ലാ ചാനലുകളിലും ബോച്ചയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ബോച്ചയുടെ വഷളത്തരം, ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗം, ബോച്ചയെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കിട്ടാത്തത്, ബോച്ച ഇതിനു മുൻപേ നടത്തിയ പദപ്രയോഗങ്ങൾ കുട്ടികൾ കാണരുത് എന്നൊരു ചാനൽ പറയുന്നുണ്ട്. ഈ പദപ്രയോഗങ്ങൾ കുട്ടികളുണ്ട് എങ്കിൽ നിങ്ങൾ കുട്ടികളെ ഇത് കേൾപ്പിക്കരുത് എന്ന് പറഞ്ഞ ചാനലുകളുണ്ട്. പലരെയും വിളിച്ചു വരുത്തി സദാചാരമായ ഘോര പ്രസംഗങ്ങൾ നടത്തുന്നവരെ കണ്ടു. അതെന്താ, ഈ 18 വയസ്സായ പെൺകുട്ടിക്ക് നീതി വേണ്ടേ? ഈ 64 പേര് പീഡിപ്പിച്ച ഈ പെൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് മാനസിക തലങ്ങൾ എങ്ങനെയാണ്? ഈ പെൺകുട്ടിക്ക് നീതി വേണ്ടേ? മുതലാളിമാരാണോ തന്നെയാ പീഡിപ്പിച്ചവർ? ഇവരൊക്കെ സെലിബ്രിറ്റികളാണോ? ഇവരൊക്കെ അറിയുന്ന ആളുകളാണോ? അല്ലല്ലോ. ഞങ്ങൾ അറിയുന്ന ആളുകൾക്ക് ദിലീപിനെതിരെ, ഞങ്ങൾ ഈ പറയുന്ന ബോച്ചയ്ക്കെതിരെയൊക്കെ ഞങ്ങൾ അട്ടഹസിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 1-2 അല്ല
62 പേർ ഉപയോഗിച്ച ഈ പെൺകുട്ടിയുടെ വാർത്ത ഒരു ബ്രേക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മിഡ് നൈറ്റ് വാർത്തയിലോ അല്ലെങ്കിൽ 1 മണിയുടെ വാർത്തയിലോ വന്നുപോയി എന്നുള്ളതല്ലാതെ എത്ര പേർ ഇവിടെ ഇത് ചർച്ച ചെയ്തു? പുരോഗമന കേരളമാണ്. ഇത് ഗുജറാത്തിലോ ഇത് രാജസ്ഥാനിലോ ഇത് ആസാമിലോ ഇത് ഉത്തർപ്രദേശിലോ പിന്നെ ഇനി BJP ഭരിക്കുന്ന ഏത് സംസ്ഥാനങ്ങളുണ്ട്? കുറേ ഉണ്ട്. അവിടെയൊക്കെയാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നലത്തെ അന്തിച്ചർച്ചകൾ മുഴുവൻ നരേന്ദ്രമോദി ഇത് കണ്ടില്ലേ? അല്ല, പിണറായി വിജയൻ അപ്പം ഇത് കണ്ടില്ലേ? പിണറായി വിജയൻ ഇത് കാണണ്ടേ? ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് കാണണ്ടേ? ഒരു സ്ത്രീ എന്ന നിലയിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇത് കാണണ്ടേ? ഒരു സ്ത്രീ എന്ന നിലയിൽ ചിന്തോ ജെറോം കാണണ്ടേ? എന്തിന് PP ദിവ്യ വരെ ഇതറിയണ്ടേ? ഇവരൊക്കെ സിംഗങ്ങളാണല്ലോ പാർട്ടിയിലെ. അപ്പോൾ കേരളത്തിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാലും വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ ബോച്ചയുടെ ഹണി റോസിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ തിരക്കിലാണ് അവർക്കിതൊന്നും സംസാരിക്കാനുള്ള സമയങ്ങളില്ല, അവർക്കിതൊന്നും അറിയാനുള്ള സമയങ്ങളില്ല. അവരൊക്കെ മറ്റ് പല കാര്യങ്ങളിലും ഈ ബോച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഹണി റോസിനെ വിളിച്ച് സമാധാനിപ്പിച്ച കേരള മുഖ്യമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിജീവിതയെ കാണാൻ ചെന്നപ്പോൾ അതിജീവിതയോടും സമാധാനമായിരിക്കൂ, കേസിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ആശ്വസിപ്പിച്ചു വിട്ട കേരളത്തിൻ്റെ ഇരട്ടച്ചങ്കനോട് വലിയ മതിപ്പ് തോന്നുന്നു. വേണം, എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്, അവിടെ സെലിബ്രിറ്റികളൊന്നുമില്ല. ഈ 18കാരിയെ പോയി കണ്ട് അല്ലെങ്കിൽ അവളെ ഫോണിൽ വിളിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കും ഈ സർക്കാർ, ഈ പോലീസ് സംവിധാനങ്ങൾ. നിന്നോട് ഒപ്പമുണ്ട്, നീ ധൈര്യമായിരിക്കൂ, നിന്നെ പിച്ച് ചീന്തിയവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയാൻ ഇരട്ടച്ചങ്കന് ധൈര്യമുണ്ടോ? എന്തിന് ഇവിടത്തെ മാധ്യമ സിംഗങ്ങൾക്ക് ധൈര്യമുണ്ടോ? രാത്രി ഇരുന്ന് ഈ ഘോര പ്രസംഗിക്കുന്ന പ്രസംഗം പോലെ ഇൻട്രോ പറയുന്ന പല മാധ്യമ സിംഗങ്ങൾക്കും ഇവിടെ ധൈര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കേരളത്തിലെ സർക്കാരിനെ പറയാൻ കഴിയില്ല. കാരണം ഇടതുപക്ഷ ചിന്താഗതിക്കാരായ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ തന്നെ സർക്കാരിനെ പറഞ്ഞാൽ അത് അവർക്ക് തന്നെ കൊള്ളുന്നത് പോലെയാകും. അതുകൊണ്ട് അത് പറയില്ല. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകേണ്ടി വന്നു. അതായത് UP-യിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയിരിക്കുന്ന ആളുകളാണ്, മനസ്സിലാക്കണം. ഒരു ആദിവാസി സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മൃതദേഹം ഈ ഓട്ടോറിക്ഷയിൽ, അതായത് ആംബുലൻസ് വിളിച്ചിട്ട് വന്നില്ല. എത്ര നേരം ശവം ഇങ്ങനെ വെച്ചിരിക്കും? അങ്ങനെ മൃതദേഹം വെച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓട്ടോറിക്ഷയിൽ ചുരുട്ടി മടക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള അന്തിച്ചർച്ചയും നടന്നിട്ടില്ല. ഇവിടെ ഈ പറയുന്ന എഡിറ്റേഴ്സ് മീറ്റ് ഇത് അറിഞ്ഞിട്ടില്ല. സ്മൃതി പരുത്തിക്കാടോ ഉണ്ണി ബാലകൃഷ്ണനോ ഇത് അറിഞ്ഞിട്ടില്ല. മറ്റ് മാധ്യമ സിംഗങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവരുടെ പേര് മാത്രം പറഞ്ഞത് ചില നിലപാടുകളുടെ രാജാക്കന്മാരായതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ എനിക്ക് അവരോട് വേറെ ഒരു രീതിയിൽ ഉണ്ടായിട്ടില്ല. അവർ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ മറ്റാളുകളൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നിരന്തരമായി സംഭവിക്കുന്നു. വയനാട്ടിൽ ഒരു ആദിവാസിയെ വലിച്ചു കൊണ്ടുപോയില്ലേ റോഡിൽ കൂടെ, അവരുടെ ഒരു കുടില് തന്നെ എടുത്തു മാറ്റി കളഞ്ഞില്ലേ. ഇങ്ങനെ എത്രയോ അധികം സംഭവങ്ങൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. ഇതൊന്നും എവിടെയും എന്താവില്ല, ചർച്ച ചെയ്യപ്പെടില്ല.